കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ്റെ അമൃതം
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 11-ാം വാക്യം: തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ, പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ. തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ കർത്താവിനെ ശുശ്രൂഷിച്ച് അനേകം വ്യക്തികൾ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചിട്ടുണ്ട്. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം: നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. മോശയോട് എന്ന പോലെ ഞാൻ നിന്നോട് കൂടി ഉണ്ടായിരിക്കും, നിന്നെ ഞാൻ ഒരിക്കലും കൈവിടുകയില്ല. വീണ്ടും 8-ഉം 9-ഉം വാക്യങ്ങൾ: ന്യായപ്രമാണ ഗ്രന്ഥം നിന്റെ അധരത്തിലുണ്ടായിരിക്കട്ടെ, അതിനെക്കുറിച്ച് രാവും പകലും നീ ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ശക്തനും ധീരനുമായിരിക്കുക. നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടി ഉണ്ടായിരിക്കും. ജോഷുവയെ ദൈവം ഏൽപ്പിച്ച 2 പ്രധാനപ്പെട്ട ദൗത്യങ്ങളാണ്. ഒന്ന്, കാനാൻ ദേശം കൈയടക്കുക. രണ്ടാമത്, ഇസ്രായേൽ ജനത്തിന് അത് വിഭജിച്ചു കൊടുക്കുക. ദൈവത്തിൻ്റെ ഈ വചനങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് ജോഷുവ ദൈവജനത്തെ നയിക്കുന്നു. അങ്ങ് കാനാൻ ദേശത്ത് ചെന്ന് അത് കൈയടക്കി ഇസ്രായേൽ ജനത്തിന് അത് വീതിച്ചു കൊടുക്കുന്നു. അങ്ങനെ ജോഷുവ ചരിത്രത്തിൽ ഒരു മഹാവ്യക്തിയായി തിളങ്ങുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി അദ്ദേഹം വിജയശ്രീ ലാളിതനാകുന്നു. വീണ്ടും വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മറ്റൊരു വ്യക്തിയാണ് ദാവീദ്. ഗോലിയാത്ത് മഹാമല്ലനായ മനുഷ്യൻ ദാവീദിൻ്റെ നേരെ തിരിഞ്ഞെടുക്കുന്നു. ദാവീദ് യുദ്ധക്കളത്തിലേക്ക് പോകാൻ തന്നെ കാരണം ജെസ്സെ തൻ്റെ മകൻ്റെ കയ്യിൽ അപ്പകഷ്ണങ്ങൾ കൊടുത്തുവിടുകയാണ്. അപ്പോൾ അപ്പകഷ്ണങ്ങൾ കൊടുത്തുവിട്ടപ്പോൾ സാവൂള് യുദ്ധത്തിൽ പരാജയപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം പിന്മാറാൻ തുടങ്ങുകയാണ്. അപ്പോൾ ദാവീദ് തൻ്റെ കയ്യിലിരിക്കുന്ന അപ്പകഷ്ണങ്ങൾ ഒരു പടയാളിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ യുദ്ധത്തിന് പോവുകയാണ്. പക്ഷെ ഇത്ര ചെറിയ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ എല്ലാവരും ഒത്തിരി വിഷമിച്ചു പോയി. അവരെല്ലാവരും ദാവീദിൻ്റെ നേരേക്ക് വളരെ ശ്രദ്ധയോടുകൂടി നോക്കുകയാണ്. അപ്പോൾ ദാവീദ് പറയുന്ന ഒരു കാര്യമാണ്, വന്യമൃഗങ്ങളെ കീഴടക്കി കുഞ്ഞാടുകളെ അതിൽ നിന്ന് രക്ഷിച്ച എനിക്ക് ഈ ഫിലിസ്തരെ തോൽപ്പിക്കുവാനുള്ള കഴിവുണ്ട് എന്ന്. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെ, സൈന്യങ്ങളുടെ കർത്താവാണ് എൻ്റെ ബലം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം യുദ്ധക്കളത്തിലേക്ക് പതുക്കെ പതുക്കെ കയറി ചെല്ലുകയാണ്. അപ്പോൾ ഗോലിയാത് അങ്ങ് അകലെ നിന്നുകൊണ്ട് ഇങ്ങിറങ്ങി വന്നുകൊണ്ട് പറയുകയാണ്, എന്താ നീ എൻ്റെ മുമ്പിലേക്ക് വരുന്നത്? ഒരു പട്ടിയെ തല്ലാൻ വേണ്ടി ആണോ എന്ന്. അപ്പോൾ ദാവീദ് പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിലാണെന്ന്. അപ്പോൾ അദ്ദേഹം വലിയ അട്ടഹസിച്ചുകൊണ്ട് ഈ യുദ്ധകളത്തിലേക്ക് ഇറങ്ങി വന്നു. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് ലോകമെല്ലാം അറിയും എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് തൻ്റെ കവണിയിൽ നിന്നും കല്ലെടുത്ത് നേരെ ഏറി വെച്ചു കൊടുത്തു. ആ എറിഞ്ഞ കല്ല് ചെന്ന് വീണത് ഗോലിയാദിൻ്റെ ശിരസിലാണ്. അദ്ദേഹം കമന്നടിഞ്ഞ് വീണു. അങ്ങനെ ആ യുദ്ധത്തിൽ, കർത്താവിൻ്റെ നാമത്തിലുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ ജനം വിജയിച്ചു. ദാവീദ് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിലാണ് യുദ്ധം ചെയ്തത്. നമ്മുടെയൊക്കെ ജീവിതവും ഒരു യുദ്ധക്കളമാണ്. ഈ യുദ്ധക്കളത്തിൽ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിൽ നാം ഇറങ്ങി പുറപ്പെട്ടാൽ ഒരിക്കലും നമ്മൾ പരാജയപ്പെടുകയില്ല. യെശയ്യാ 30:20 പറയുന്നു, കർത്താവ് എനിക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും ഗുരു എന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല എന്നുള്ള ദൃഢമായ വിശ്വാസം. റോമ 9:6 പറയുന്നു, ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്ന്. ദൈവത്തിൻ്റെ വചനം, പരാജയപ്പെടാത്ത ദൈവത്തിൻ്റെ വചനം നമ്മുടെ നെഞ്ചിലേറ്റി താലോലിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നീങ്ങുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ പരാജയപ്പെടുകയില്ല. ഒരിക്കൽ ഒരു സ്ത്രീ എൻ്റെ അടുക്കൽ വന്ന സംഭവം ഞാൻ ഓർത്തു പോവുകയാണ്. ആ സ്ത്രീ എന്നോട് പറഞ്ഞ ഒരു സംഭവമാണിത്. വളരെ വർഷങ്ങളായി സിസ്റ്ററെ ഞങ്ങളൊരു വീട് പണിയുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു.
വീടിന് തറയിട്ടു, പക്ഷേ അതിൻ്റെ പണി മുന്നോട്ട് പോകുന്നില്ല എന്ന്. ഒത്തിരി പേരോട് ഞങ്ങൾ പ്രാർത്ഥന ചോദിച്ചു, ഞങ്ങൾ തന്നെ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് ഒരു തരത്തിലും മുൻപോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്ന്. ലോൺ ശരിയാകുന്നില്ല, അല്ലെങ്കിൽ പണിക്കാരും വരുന്നില്ല. ഇങ്ങനെ ഞങ്ങൾ ആ വീടിന് വേണ്ടിയിട്ട് വളരെ നാളുകളായി കഷ്ടപ്പെടുന്നുവെന്ന്. അപ്പോൾ എനിക്ക് സഹായിക്കണമെന്ന് നന്നായിട്ട് ഒരു ബോധ്യം വന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, സ്വർണമോ വെള്ളിയോ ഒന്നും എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിൽ ദൈവവചനമുണ്ട്. ആ ദൈവവചനവുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക, നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുമെന്ന് പറഞ്ഞു. ആ സ്ത്രീക്ക് വിശ്വാസമായി. ആ സ്ത്രീ ചോദിച്ചു, എന്താണ് സിസ്റ്റർ ഞങ്ങൾക്ക് തരാൻ പോകുന്നതെന്ന്. അപ്പോൾ ഏശയ്യായുടെ പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യം ഞാൻ അവരോട് പറഞ്ഞു. പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ, ഭൂമി മുഴുവനും അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു, ഇത് ഏറ്റു ചെല്ലാൻ പറഞ്ഞു. ആ സ്ത്രീ അത് ഏറ്റു ചൊല്ലി. പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ, ഭൂമി മുഴുവനും അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം ഈ ഭൂമിയിൽ പ്രകാശിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു വീട് ലഭിക്കും. നിങ്ങൾ പ്രത്യാശയോടുകൂടി ഈ വചനം ചൊല്ലി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന്. ജോഷുവയ്ക്ക് വിജയം നൽകിയ ദൈവം, ദാവീദിന് വിജയം നൽകിയ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ഈ വചനം ചൊല്ലി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു വീട് ലഭിക്കുമെന്ന്. അപ്പോൾ ഞാൻ അതിശയത്തോടു കൂടി കണ്ട ഒരു കാര്യമാണ്, ആ സ്ത്രീയുടെ അടുത്ത് ഒരു ചെറിയ കുട്ടിയുണ്ട്. നഴ്സറിയിൽ പഠിക്കുന്ന കുട്ടിയാണ്. കുട്ടി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, തീർച്ചയായിട്ടും വീട് ലഭിക്കുമോ? അപ്പം ഞാൻ പറഞ്ഞു, തീർച്ചയായും മോനെ വീട് ലഭിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി വേഗം തന്നെ അവൻ്റെ മൊബൈൽ കയ്യിലെടുത്തു. ആ മൊബൈൽ കയ്യിലെടുത്തതിന് ശേഷം അവൻ ഞാൻ പറയുന്ന ആ വചനം വേഗം തന്നെ റെക്കോർഡ് ചെയ്തെടുത്തു. സന്തോഷത്തോടു കൂടി അവർ രണ്ടുപേരും കൂടി പിരിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവരെ കാണും. ആ സ്ത്രീ എന്നോട് പറയും, സിസ്റ്റർ ഞങ്ങൾ ആ വചനം ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ എന്നേക്കാൾ തീഷ്ണത എൻ്റെ 2 മക്കൾക്കുമാണ്. അവരെല്ലാ ദിവസവും ആ തറയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു ചെല്ലും. അതിനുശേഷം ഈ വചനം ചൊല്ലി പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ, ഭൂമി മുഴുവനും അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ചൊല്ലി ഏതാണ്ട് 1 മണിക്കൂറോളം ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വീണ്ടും പിന്നെ ഞാൻ കണ്ടുമുട്ടിയപ്പോൾ ആ സ്ത്രീ പറഞ്ഞതാണ്, പണിക്കാരൊക്കെ വരാൻ തുടങ്ങി, ഞങ്ങൾക്ക് ലോണൊക്കെ ശരിയായി കിട്ടി. അങ്ങനെ നിരന്തരമായിട്ടുള്ള ഈ ദൈവവചനം ചൊല്ലിയുള്ള ഈ പ്രാർത്ഥനയോടുകൂടി അവർക്കൊരു മനോഹരമായ വീട് ലഭിച്ചു. ഏതാണ്ട് 9 മാസം കൊണ്ട് ആ വീട് പണിത് ഒരു 14-ാം തീയതി അത് ഉദ്ഘാടനം ചെയ്ത ദിവസം അവരെന്നോട് പറഞ്ഞു, സിസ്റ്ററെ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ, ഭൂമി മുഴുവനും അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നുവെന്ന്. അതെ, ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ വേണ്ടിയിട്ട് ആ കുടുംബത്തിന് ഇടവരുത്തി. എല്ലാ ദിവസവും അതിനുശേഷം കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷവും അവർ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ, ഭൂമി മുഴുവനും അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കും. അങ്ങനെ ആ കുടുംബം ഇന്ന് സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ഐക്യത്തോടെ ദൈവവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. വേറൊരു സംഭവം കൂടി, ഞാൻ ഒരിക്കൽ ഒരു സ്കൂളിൻ്റെ മുൻവശത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഒരു സ്ത്രീ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. എന്നിട്ട് എന്നോട് പറയുകയാണ്, സിസ്റ്ററെ എൻ്റെ ഈ കയ്യിൽ സിസ്റ്റർ കാണുന്നില്ലേ നല്ല നീരുണ്ട്, അതുപോലെ തന്നെ എനിക്ക് നല്ല വേദന എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു, ഇനി എന്ത് കൊടുക്കാനാണ്, എൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് പൈസയൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് പൈസയൊന്നുമില്ല, പക്ഷേ ഞാനൊരു ദൈവവചനം തരാം. ഈ ദൈവവചനം ചൊല്ലി നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് സൗഖ്യം കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളെക്കാൾ വിലയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതിലും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഈ ദൈവവചനം ഞാൻ അവർക്ക് നൽകി. ആ ദൈവവചനവുമായിട്ട് ആ സ്ത്രീ മുന്നോട്ട് പോയി. അങ്ങനെ ആ സ്ത്രീ ദൈവവചനവുമായിട്ട് മുന്നോട്ട് പോയി. അന്ന് രാത്രി മുഴുവനും ഞാൻ കൊടുത്ത വചനം ഇതാണ്, സങ്കീർത്തനം 107:20. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് അവരെ വിടുവിച്ചു. സങ്കീർത്തനം 107:20. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി
വിനാശത്തിൽ നിന്ന് അവരെ വിടുവിച്ചു. 2 ദിവസത്തിനുള്ളിൽ ആ സ്ത്രീക്ക് പൂർണ്ണമായിട്ടുള്ള സൗഖ്യം കിട്ടി. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർ രക്ഷപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്ത് കുടിച്ചാലും അവരെ ഉപദ്രവിക്കുകയില്ല, അവർ രോഗികളെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന പ്രവൃത്തി. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. ഈശോ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മഹത്തായ ഉത്തരവാദിത്വമാണിത്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സർവചരാചരങ്ങളോടും വൃക്ഷലതാദികളോടും എല്ലാം ഈ മഹത്തായ സുവിശേഷം പ്രസംഗിക്കുവാനുള്ള വചനം. പക്ഷേങ്കിൽ നമ്മളോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. 1 കൊറിന്ത്യസ് 10-ാം അധ്യായം 1 തുടങ്ങിയുള്ള വചനങ്ങളിൽ ഈ ദൈവവചനം നാം പ്രയോഗിച്ച് നമുക്ക് ജീവിതത്തിൽ വിജയം കരസ്ഥമാക്കണമെങ്കിൽ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തണലിലായിരുന്നുവെന്നും അവർ ഒരേ ആത്മീയ ഭക്ഷണം കഴിച്ചുവെന്നും ഒരേ ആത്മീയ പാനീയം ആസ്വദിച്ചുവെന്നുമെല്ലാം നാം വായിക്കുന്നുണ്ടല്ലോ. എന്നാൽ അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. നമ്മിൽ മിക്കവരിലും ദൈവവചനവുമായിട്ടും ദൈവത്തിൻ്റെ നാമവുമായിട്ടും നാം മുമ്പോട്ട് പോകുന്നുവെങ്കിലും നമ്മിൽ ദൈവം പ്രസാദിക്കാത്ത ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. നമ്മിൽ ദൈവവചനം പ്രവർത്തിക്കാതെ പരാജയപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. കൊറിന്ത്യസ്കാർക്കുള്ള ലേഖനത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ ജനം ചിതറിക്കപ്പെട്ടുവെന്ന്. കാരണം ഈ മരുഭൂമിയിൽ വെച്ച് അവർ ചിതറിക്കപ്പെടാനുള്ള കാരണം അവരുടെ ഹൃദയത്തിൽ അവർ തിന്മ വിചാരിച്ചു. ഒന്നാമതായി പറയുന്ന കാര്യമാണ്, നമ്മൾ ദൈവവചനവുമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ, ദൈവത്തിൻ്റെ നാമം വഹിച്ചുകൊണ്ട് നാം മുമ്പോട്ട് പോകുമ്പോൾ നാം പരാജയപ്പെടാതിരിക്കണമെങ്കിൽ, ചിതറിക്കപ്പെടാതിരിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നും തിന്മ അകറ്റിക്കളയണം. രണ്ടാമത്തെ കാര്യം, അവർ ദൈവത്തെ പരീക്ഷിച്ചു. ദൈവത്തെ പരീക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലും നാം ജീവിതത്തിൽ വിജയം കൈവരിക്കുകയില്ല. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും യേശു ക്രിസ്തു വഴി എനിക്ക് വിജയം നൽകും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും യേശു ക്രിസ്തു വഴി എനിക്ക് വിജയം നൽകും. ഈ വചനത്തിൽ അധിഷ്ഠിതമായിട്ട് ദൈവത്തെ പരീക്ഷിക്കാതെ മുന്നോട്ട് നടന്നാൽ, വീണ്ടും പറയുന്നുണ്ട്, അവർ വ്യഭിചാരം ചെയ്യുന്നുവെന്ന്. ഇസ്രായേൽ ജനം 40 സംവത്സരങ്ങൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തിട്ടും അവർ ദൈവത്തിനെതിരായി പാപം ചെയ്തു, വ്യഭിചാരം ചെയ്തു. 23,000 പേര് ഒറ്റയടിക്ക് മരണമടഞ്ഞു എന്ന് അവർ ദൈവവചനത്തിൽ പറയുന്നുണ്ട്. വ്യഭിചാരം ദൈവം ദ്വേഷിക്കുന്ന ഒരു പാപമാണ്. വീണ്ടും ഇസ്രായേൽ ജനം മുന്നോട്ട് നീങ്ങിയപ്പോൾ, അവരുടെ ഇടയിൽ തിന്മ പെരുകിയപ്പോൾ, അവർ കഷ്ടതയിലൂടെ യാത്ര ചെയ്തപ്പോൾ അവർ ദൈവത്തിനെതിരായി പിറുപിറുത്തു. ആ പിറുപിറുത്തതിൽ ദൈവം പ്രസാദിച്ചില്ല. അപ്പോൾ അവർ മിക്കവാറും തിന്മയുടെ മാർഗത്തിലൂടെ നടന്നപ്പോൾ അവർ പരാജയപ്പെട്ടു. ഇങ്ങനെ പരാജയപ്പെട്ട അവസരത്തിൽ ദൈവം അവരിൽ നിന്നും അകലെയാണെന്ന് വിചാരിച്ചുകൊണ്ട് തിന്മ പ്രവർത്തിച്ച അവസരങ്ങളിലെല്ലാം കാനാൻ ദേശം പോലും കാണാതെ അവർ മരണമടയുകയാണ് ചെയ്തത്. ദൈവത്തെ പരീക്ഷിക്കാതെ ദൈവത്തിൻ്റെ വചനത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു ജനതയും ഇന്ന് വരെ ഈ ലോകത്തിൽ പരാജയപ്പെട്ടിട്ടില്ല. യേശയ്യായുടെ പുസ്തകം 58-ാം അധ്യായം 11 വാക്യം. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിൽ നിങ്ങൾക്ക് സമൃദ്ധി നൽകും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നീ നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെയും വറ്റാത്ത നീരുറവ പോലെയാകും. യേശയ്യായുടെ പുസ്തകം 45-ാം അധ്യായം 2-ാം വാക്യം. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും നിനക്ക് ഞാൻ നൽകും. ജെറമിയ 33:3. എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് മറുപടി നൽകും,
നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ഒരിക്കലൊരു കാർഷിക മേള കാണാൻ പോയുള്ള സംഭവമാണ് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്. ഈ കാർഷിക മേള കണ്ട് ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാവരും കൂടി മുന്നോട്ട് നീങ്ങുന്ന സമയം അപ്പോൾ ഞാൻ കണ്ടു 2 ചെറിയ വാഴത്തൈകൾ അവിടെ ഇരിക്കുകയാണ്. ഞാൻ അവരോട് ചോദിച്ചു, ഇതിനെന്ത് വിലയാകുമെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, സിസ്റ്റേ 10 രൂപ തന്നാൽ മതി, സിസ്റ്റർ ഇത് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ വളരെ സ്നേഹത്തോടു കൂടി അത് വാങ്ങിച്ചു. എന്നിട്ട് ബസ്സിൽ കയറിയപ്പോൾ എൻ്റെ മടിയിൽ ഈ 2 വാഴക്കുഞ്ഞുങ്ങളും വളരെ തളർന്നിരിക്കുകയാണ്. അപ്പം എല്ലാവരും കൂടി എന്നെ കളിയാക്കുവാണ്, സിസ്റ്റർ ഈ വാഴക്കുഞ്ഞുങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാനാണ്, ഇത് ഉടൻ തന്നെ വാടിക്കരിഞ്ഞ് പോകാനായിട്ട് സാധ്യതയുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം പറഞ്ഞ്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും ദൈവവചനം പ്രസംഗിക്കുവിൻ എന്നരുളി ചെയ്യുന്ന ആ ദിവ്യനാഥൻ്റെ വചസ്സുകൾ ഞാനിപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പോവുകയാണ്. ആ 2 ചെറിയ വാഴത്തൈകളും ഞാൻ എൻ്റെ മഠത്തിൻ്റെ മതിലിന് തൊട്ടരികിൽ കുഴിച്ചിട്ടു. ആ 2 വാഴയ്ക്കും ആവശ്യമായ വെള്ളവും വളവും ഒക്കെ കൊടുത്തു. അതിനുശേഷം എല്ലാ ദിവസവും ചെന്ന് ആ വാഴത്തൈകളോട് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കും. ആദ്യം തന്നെ പറയും, ആബാ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരനായ യേശുവിൻ്റെ തിരുക്കുരിശിൻ്റെ തിരുരക്തത്താൽ തിരുനാമത്തിൻ്റെ ശക്തിയാൽ സകലവിധ തിന്മകളും ഞങ്ങളിൽ നിന്നകന്ന് ദൈവത്തിൻ്റെ പ്രസാദത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന്. അതിനുശേഷം ജപമാല ജപിച്ചുകൊണ്ട് വചനം പറഞ്ഞുകൊണ്ട് കുറേ സമയം അതിന് ചുറ്റും നടക്കും. അങ്ങനെ മാസങ്ങളോളം 1, 2, 3 മാസമായപ്പോൾ ഈ 2 വാഴക്കുഞ്ഞുങ്ങളും ആർത്തിയോടെ വളരാൻ തുടങ്ങി. അതിനാദ്യമായിട്ട് വിടർന്ന ആ 2 കൊലകൾ എനിക്ക് വിവരിക്കാൻ പറ്റില്ലാത്ത അത്രയും വലിയ 2 കൊലകൾ നീണ്ടു താഴേക്ക് വന്നു. ഞാൻ എല്ലാവരെയും വിളിച്ചുകൂട്ടി, ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ, സർവ്വ സൃഷ്ടിജാലങ്ങളോടും ദൈവവചനം പ്രസംഗിക്കാൻ പറഞ്ഞ ക്രിസ്തുനാഥൻ്റെ വചനങ്ങൾ ഇവിടെ പൂർത്തിയായിരിക്കുന്നു. എന്നെ ദ്വേഷിച്ചവർക്കും അതുപോലെ എന്നെ കളിയാക്കിയവർക്കുമെല്ലാം ഞാൻ ഈ പഴം നൽകി അവരെ സംതൃപ്തിപ്പെടുത്തി. ഇപ്പോൾ സിസ്റ്റർ റാണി മരിയ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിച്ചുവല്ലോ. അവളുടെ ആ ചെയ്ത കാര്യങ്ങളെല്ലാം എല്ലാവരും വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഒരു ദിവസം സിസ്റ്റർ റാണി മരിയ 6000 പ്രാവശ്യം ദൈവത്തിൻ്റെ നാമം ചൊല്ലിക്കൊണ്ട് നടക്കുമായിരുന്നു. വീണ്ടും അവളുടെ ഡയറിയിൽ എഴുതി വെച്ച ഒരു കാര്യമുണ്ട്, തീരെ പാവപ്പെട്ടവർക്കും ഹൃദയം തകർന്നവർക്കും ദൈവത്തിൻ്റെ സുവിശേഷം നൽകുവാൻ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ. എല്ലാ പ്രഭാതത്തിലും ഈ ദൈവത്തിൻ്റെ വചനം ചൊല്ലിക്കൊണ്ട് അവൾ ഈ കാര്യത്തിന് വേണ്ടി ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടിയിട്ട് ഒരു ജീവിതം മുഴുവനും 21 വർഷക്കാലം നീണ്ട ആ യാത്രയിൽ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിച്ച് ദൈവത്തിന് വേണ്ടി രക്തസാക്ഷിയാകുവാനുള്ള ഭാഗ്യം ലഭിച്ചു. ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന നമുക്ക് അവിടുത്തെ മഹത്വം നൽകിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലും മഹത്തായ വിജയം നൽകും. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് സഞ്ചരിക്കാം. യേശുവിൻ്റെ നാമം ഉച്ചരിക്കുന്ന, യേശുവിൻ്റെ വചനം അതിരങ്ങളിലൂടെ സംസാരിക്കുന്ന എല്ലാവർക്കും ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവം 100 ഇരട്ടി പ്രതിഫലം നൽകാതിരിക്കുകയില്ല. കാരണം ദൈവത്തിൻ്റെ വചനം അത്രയും മഹത്വമുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടില്ലാത്തതാണ്. ദൈവത്തിൻ്റെ വചനം നമുക്ക് വിജയം നൽകുന്നതാണ്. ദാനിയേൽ 2:20 ദൈവത്തിൻ്റെ നാമം എന്നെന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ, ജ്ഞാനവും ശക്തിയും അവിടുത്തേതാണ്. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം നൽകിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ വിജയം വരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com വിശ്വസ്നേഹത്തിൻ്റെ അമൃതം.